എനിക്ക് ഓഫീസിൽ നിന്ന് കോൾ വരുന്നത്. ഞാൻ ചെന്നു, മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു. മീറ്റിംഗിന്റെ ടൈമിൽ എനിക്ക് ഇതുപോലെ ഓഫീസിലേക്ക് മെയിൽ അയച്ച ഒരാളാണ് കേട്ടോ. മെയിലില് മെൻഷൻ ചെയ്തേക്കുന്നത് ഞാൻ ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെ ക്രിമിനൽ ആണ്, ഞാൻ ഭയങ്കര ഇങ്ങനത്തെ കുട്ടിയാണ്, അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഫുൾ ഇമെയില് എനിക്കെതിരെ ഭയങ്കര റൂഡായിട്ട് ഒരു കംപ്ലൈന്റ് മെയിൽ പോലെ പോയിട്ടുണ്ടായിരുന്നു. ഓൺ ദ സ്പോട്ടിൽ ഞാൻ റെസിഗ്നേഷൻ ഇടാണ് ചെയ്തത്. സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ആക്റ്റീവ് ആയിട്ടുള്ള ആരാണെങ്കിലും ഫേസ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു പ്രശ്നമാണ് ഈ കമന്റോളീസിന്റെ ഭാഗത്തു നിന്ന് വരുന്ന ഈ ഭയങ്കര രീതിക്കുള്ള നെഗറ്റീവ് കമന്റുകളും കാര്യങ്ങളൊക്കെ. അപ്പൊ ഈ നെഗറ്റീവ് കമന്റ് എന്ന് പറഞ്ഞാൽ അത് ഒരു കണക്കിന് നല്ലൊരു കാര്യം തന്നെയാണ്. കാര്യം ഇപ്പൊ നമ്മളൊക്കെ ഒരുപാട് നമുക്ക് ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ ഓരോ വീഡിയോ ഇടുമ്പോഴും അതിനകത്തൊക്കെ ആണെങ്കിൽ ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ആ ഒരു പ്രശ്നങ്ങളൊക്കെ നമുക്ക് മാറ്റാനൊക്കെ ഒരു പരിധി വരെ നമുക്ക് ഈ നെഗറ്റീവ് കമന്റ് കൊണ്ട് നമുക്ക് കാര്യം അതെന്ന് പറഞ്ഞാൽ ക്രിറ്റിസിസം എന്ന് പറയുന്നത് എപ്പോഴും നല്ലൊരു കാര്യം തന്നെ. നമ്മൾ എപ്പോഴും ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ് ഈ ക്രിറ്റിസിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഇത് ഒരു പരിധിയിൽ മുകളിലേക്ക് എത്തിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ജീവിതത്തിനകത്ത് തന്നെ ഭയങ്കര ഒരു വിഷയമായിട്ട് ഈ കമന്റുകളൊക്കെ എങ്ങനെ ബാധിക്കാം എന്നതിൻ്റെ ഒരു ഉത്തമ ഒരു എക്സാമ്പിൾ തന്നെ ആണ് ചിയേഴ്സ് വിത്ത് ആഷ് എന്ന് പറഞ്ഞ ഒരു ചാനലിനകത്ത് ഐശ്വര്യ എന്ന് പറഞ്ഞ പുള്ളിക്കാരിക്ക് ഉണ്ടായ ഒരു സംഭവം. അപ്പോൾ ആ പുള്ളിക്കാരിയുടെ ഒരു സംഭവം നമ്മൾ പറയുകയാണെങ്കിൽ പുള്ളിക്കാരിക്ക് വരുന്ന കുറച്ച് കമന്റുകൾ, പുള്ളിക്കാരിയുടെ ഈ ചാനലിനകത്ത് വരുന്ന കുറേ അടുപ്പിച്ച് വരുന്ന ഒരേ ഒരാളുടെ ഇന്ന് തന്നെ വരുന്ന സ്ഥിരമായിട്ട് വരുന്ന കുറേ കമന്റുകൾ മൂലം എങ്ങനെയാണ് പുള്ളിക്കാരിയുടെ ലൈഫിനെ അത് അഫക്റ്റ് ചെയ്തത്. പുള്ളിക്കാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എയർ ഹോസ്റ്റസ് ആയിട്ട് കുറേ നാൾ വർക്ക് ചെയ്ത് വെച്ചൊരു പുള്ളിക്കാരിയാണ്. അപ്പോൾ എങ്ങനെയാണ് പുള്ളിക്കാരുടെ ലൈഫിനകത്ത് ഈ ഒരു കമന്റുകൾ അഫക്റ്റ് ചെയ്തതെന്നുള്ളത് പുള്ളിക്കാരി പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു വീഡിയോ ഒന്ന് കണ്ടു. എനിക്ക് കണ്ടിന്യൂസ് ആയിട്ടൊരു കമന്റ് വരായിരുന്നു. ഞാനത് റിമൂവ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഇല്ല ഞാൻ പറയുന്നില്ല. അതിൽ കുറച്ച് കമന്റ് ആയിട്ട് ഇപ്പോഴും ഉണ്ടാവും തോന്നുന്നു. ആ മുമ്പത്തെ വീഡിയോയില് അല്ല ഒരാൾ എനിക്ക് സ്ഥിരമായി കമന്റ് ചെയ്യുമായിരുന്നു ഞാൻ ആ റിസൈൻ ചെയ്തുകൊണ്ടിരുന്ന ടൈമിൽ കേട്ടോ. ഞാൻ കാരണം കൊണ്ട് എന്താണ് ഞാൻ ഭയങ്കര ക്രിമിനലാണ്, പിന്നെ എന്താണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കമന്റ്. ഞാൻ കാരണം കുറെ പെൺകുട്ടികൾ ചീത്തയായി പോയിട്ടുണ്ട്, അങ്ങനത്തെ കോണ്ടന്റ്സ് ഒക്കെ. ഞാൻ അങ്ങനെ ഒന്നും ഇട്ടിട്ട് തന്നെയില്ല സത്യത്തിൽ. നിങ്ങൾ എന്റെ വീഡിയോസ് കാണുന്നവർക്കാണെങ്കിൽ അറിയാലോ. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞാൽ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് എനിക്കിങ്ങനെ മെസ്സേജസും, അതുപോലെ മെസ്സേജസ് ഇൻ ദ സെൻസ് ഈ ഇതുപോലെ വരുന്ന ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് വരുന്ന മെസ്സേജുകളും അതുപോലെ മെയിലും വരാറുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ആകെ ഞാൻ വറീഡ് ആയിപ്പോയി. അപ്പൊ ഞാൻ ഇയാളുടെ അടുത്ത് നേരിട്ട് ചോദിച്ചു അത് ഏത് കുട്ടികളാ, എനിക്കൊന്ന് നേരിട്ട് കാണണം ഇവരെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് കണ്ട് സംസാരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇവര് ID മെൻഷൻ ചെയ്യാനായിട്ട് വെളിപ്പെടുത്താനായിട്ട് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് നാളത്തേക്ക് അങ്ങനെ ഒരു കോമന്റ്സോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, ഞാനത് വിട്ടു. സോ ആ സെയിം ടൈമിൽ തന്നെയാണ് എനിക്ക് ഓഫീസിൽ നിന്ന് കോൾ വരുന്നത്. ഓക്കെ, അപ്പൊ സ്ഥിരമായിട്ട് ഒരാൾ വന്നിട്ട് പുള്ളിക്കാരിയുടെ വീഡിയോന്റെ അടിയിൽ ഇങ്ങനെ കമന്റുകൾ ഇട്ടേ ഇരിക്കണാണ്. അതിന്റെ എന്തെന്നും പറഞ്ഞാൽ പുള്ളിക്കാരി ഒരു ക്രിമിനലാണ്. അപ്പൊ ക്രിമിനൽ പരമായിട്ടുള്ള പല കാര്യങ്ങളും പുള്ളിക്കാരിയുടെ വീഡിയോയിൽ കൂടെ പുള്ളിക്കാരി പറയുന്നു. അത് മൂലം അഫക്റ്റ് ആയിരിക്കുന്ന കുറെ പെൺകുട്ടികൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിക്കുള്ള കമന്റുകളാണ് ഈ പുള്ളിക്കാരിയുടെ വീഡിയോന്റെ അടിയിൽ സ്ഥിരമായിട്ട് ഒരു പുള്ളി വന്നിട്ട് ഇട്ടേണ്ടിരിക്കുന്നത്. ഇത് സെയിം ഒരാൾ തന്നെയാണ് ഭൂരിഭാഗം കമന്റ് ഇട്ടതെന്നാണ് പുള്ളിക്കാരി പറയുന്നത്. അപ്പൊ ഇങ്ങനെ കമന്റുകൾ ഇട്ടുകൊണ്ടേ ഇരുന്നത് കൊണ്ട് പുള്ളിക്കാരിയുടെ ഒരു ജോലി എന്ന് പറഞ്ഞാൽ എയർ ഹോസ്റ്റസ് ആയതുകൊണ്ട് തന്നെ ആ ഒരു ജോലിക്ക് പല ഒരു കാര്യം ഇതേപോലുള്ള നെഗറ്റീവ് കമന്റുകളും കാര്യങ്ങളൊക്കെ ഈ പുള്ളിക്കാരിയുടെ ലൈഫിനകത്തേക്ക് അഫക്റ്റ് ആവാനായിട്ട് മെയിൻ ആയിട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ചുമ്മാ കമന്റ് ഇട്ടിട്ട് അങ്ങ് പോകണമെങ്കിൽ പിന്നെയും വിഷയമില്ല. ഇത് ഈ ഇങ്ങേര് കാണിച്ചത്, അതായത് ഈ ആ ഒരു വാക്കൊന്നും ഞാൻ ഉപയോഗിക്കില്ല, ആ ഒരു മഹാൻ കാണിച്ച പണികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരിയുടെ കമ്പനിനകത്തേക്കൊക്കെ ഓരോ മെയിലുകളൊക്കെ വിട്ട് അവള് ക്രിമിനലാണ്, അവള് ഈ വക പരിപാടികളൊക്കെ കാട്ടുണ്ട്, ഇതൊക്കെ കമ്പനിയുടെ ഇതിനകത്തേക്ക് വിടുമ്പോഴത്തേക്കും കമ്പനി നോക്കുമ്പോഴത്തേക്കും എന്താണ് ഇങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ ഒരു നെഗറ്റീവ് ഒരു സംഭവം ഇങ്ങനെ വന്നിട്ടേ ഇരിക്കണം ഒരാൾക്കെതിരെ. അപ്പൊ ആ കമ്പനി പിന്നെ അത് വെച്ചോണ്ടിരിക്കൂല. കാര്യം അവർക്കൊരു സംഭവമൊക്കെ ഉണ്ട്. കാര്യം ഇങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ നെഗറ്റീവ് ഒക്കെ ഒരാളെ പറ്റി വന്നിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ കമ്പനി നോക്കുമ്പോഴത്തേക്ക് എന്താണ് കമ്പനിക്ക് ഒരാൾ പോയി കഴിഞ്ഞാൽ അടുത്ത ആൾ വരും. അപ്പൊ അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡിനകത്താണ് കമ്പനി ഇതിനെ നോക്കി കണ്ടത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് കമ്പനി പുള്ളിക്കാരിനെ വിളിപ്പിച്ചിട്ട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നമുക്കൊന്ന് കേൾക്കാം. ഐശ്വര്യ ഒന്ന് ഓഫീസിൽ വരണം, ഒരു മീറ്റിംഗ് ഉണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ ചെന്നു, മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു. മീറ്റിംഗിന്റെ ടൈമിൽ എനിക്കിതുപോലെ ഓഫീസിലേക്ക് മെയിൽ അയച്ച ഒരാളാണ് കേട്ടോ. ഓഫീസിലേക്ക് മെയിൽ അയച്ചിട്ടുണ്ടെങ്കിൽ അറിയാമായിരിക്കുമല്ലോ എന്താണ് എവിടം വരെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ആ മെയിലിൽ കൊടുത്തിരിക്കുന്നത് ഫുൾ ഇതേ സെയിം കാര്യം, ഈ ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് വന്നേക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഈ മെയിലിൽ മെൻഷൻ ചെയ്തേക്കുന്നത് ഞാൻ ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെ ക്രിമിനലാണ്, ഞാൻ ഭയങ്കര ഇങ്ങനത്തെ കുട്ടിയാണ്, അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഫുൾ ഇമെയിൽ എനിക്കെതിരെ ഭയങ്കര റൂഡായിട്ടൊരു കംപ്ലൈന്റ് മെയിൽ പോലെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേനും യാതൊരു എന്താ പറയാ ഇൻവെസ്റ്റിഗേഷനും കൂടാതെയാണ് അവരെൻ്റെ അടുത്ത് പ്രൊസീഡ് ചെയ്യാനായിട്ട് പറഞ്ഞത്. അവരെൻ്റെ അടുത്ത് പറഞ്ഞു യൂട്യൂബ് ചാനൽ കംപ്ലീറ്റ് ആയിട്ട് നിർത്തണം എന്ന് പറഞ്ഞു. അപ്പം ഓൾറെഡി ഞാൻ ഫെബ്രുവരി റിസൈൻ ചെയ്യാനിരുന്നതാണ്. ഫാമിലിയിലെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഞാൻ അതിനുശേഷമാണ് നിങ്ങളുടെ അടുത്ത് ഡിസ്ക്ലോസ് ചെയ്യുന്നത്. സോ ഈ ഫാമിലിയിലെ കാര്യങ്ങളൊക്കെ നിൽക്കാതെ തന്നെ ഫെബ്രുവരി, അതായത് ജാനുവരി എൻഡിലൊക്കെയാണ് ഹസ്ബൻഡ് വരുമെന്ന് പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പോഴും ആളെത്തിയിട്ടില്ല. ആളുടെ ഷിപ്പിൽ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇപ്പോഴും ആ പ്രോസസ്സ് ഡിലേ ആയിക്കൊണ്ടിരിക്കും.
ഓക്കെ, എവിടം വരെ എത്തി കാര്യങ്ങളൊന്നും കൂടെ നോക്കണേ. കാര്യം കമ്പനിയുടെ മെയിലിനകത്തേക്കും ഇമെയിൽ വിട്ട് കഴിഞ്ഞിട്ട് ഈ ഒരുത്തൻ തന്നെ കമന്റ് ഇട്ടിട്ട് ഇതേ കാര്യം തന്നെ ഇവൾ ക്രിമിനലാണ്, അതേപോലെ ക്രിമിനൽ ആക്ടിവിറ്റികൾ ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഉള്ള രീതിക്ക് ഒരടിസ്ഥാനവും ഇല്ലാത്ത രീതിക്കുള്ള ഓരോ മെയിലുകളും കാര്യങ്ങളൊക്കെ വിട്ട്. അപ്പൊ ഇങ്ങനെ വിടുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്പനിക്ക് ഇത് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. കമ്പനി അങ്ങോട്ട് ചുമ്മാ അങ്ങോട്ട് പിരിച്ചു വിടും എന്നുള്ള രീതിക്ക് ആയതുകൊണ്ട് തന്നെ ആ ഒരു ലെവലിനകത്ത് ആയതുകൊണ്ട് തന്നെ കമ്പനി എന്ത് പറഞ്ഞു ഈ പുള്ളിക്കാരിനോട് ആ ചാനൽ മൊത്തത്തിൽ അങ്ങോട്ട് നിർത്തണം എന്നുള്ള രീതിക്ക് പറഞ്ഞു. ഇപ്പൊ അത്ര പുള്ളിക്കാരുടെ ചാനൽ നോക്കണമെങ്കിൽ ഏറെക്കുറെ 4 ലക്ഷത്തിനധികം മേളിൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ചാനലൊക്കെ ഒറ്റയടിക്കാൻ നിർത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം അവർ അത്രയും കഷ്ടപ്പെട്ടിട്ട് ഉണ്ടായിക്കൊണ്ട് വന്നേക്കണം അവരുടെ ചാനലാണ്. അതങ്ങ് നിർത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെ ചില്ലറ കാര്യമൊന്നുമല്ല. അപ്പൊ പുള്ളിക്കാരി ഓൾറെഡി എന്നെ റിസൈൻ ചെയ്യാനായിട്ട് പ്ലാൻ ഇട്ടിട്ട് ഇരിക്കണായിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം കൂടെ വന്നപ്പോഴത്തേക്കും പുള്ളിക്കാരി അങ്ങനെ റിസൈൻ ചെയ്തു, ഈ ഒരു കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്തു. പക്ഷെ എന്നാലും ഈ ഒരു കമന്റ് ഇട്ടവൻ കാരണം അത് കുറേയും കൂടെ നേരത്തെ ആവാനായിട്ടൊരു ഇടയായി. അപ്പൊ ഇങ്ങനത്തെ ഓരോ കമന്റുകൾ മൂലം എങ്ങനെയാണ് ഒരാളുടെ ജീവിതത്തിനകത്തേക്ക് ഇത് ഒരു ബാധിച്ചു വരുന്നതെന്നാണ് നമ്മൾ ഇതിൽ കൂടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. നിങ്ങൾ ചുമ്മാ വന്ന് കമന്റ് ഇട്ടിട്ട് അങ്ങോട്ട് പോയാൽ മതി, പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നെ അവരുടെ ജീവിതത്തിനകത്ത് കയറി എന്തിനാണ് നമ്മൾ കളിക്കാൻ പോണത്? നിങ്ങൾക്ക് ഒരാളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാം, അല്ലാതെ വെറുതെ അയാളുടെ മേത്തേക്ക് ഇല്ലാത്ത ആരോപണങ്ങൾ ഉണ്ടാക്കുക. അത് ഉള്ള കാര്യങ്ങളാണെങ്കിൽ നമുക്ക് പിന്നെയും പറയാം. ഇപ്പൊ പുള്ളിക്കാരിക്കെതിരെ ക്രിമിനൽ ഇതെന്നൊക്കെ മറ്റേ പുള്ളി വന്ന് പറയണ്ടായില്ല. അപ്പൊ അങ്ങനെ പറയുമ്പോഴത്തേക്ക് അതിനകത്ത് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ പിന്നെയും അത് പറയണോണ്ട് കുഴപ്പമില്ല. പക്ഷെ ഇതൊരു കാര്യമില്ലാത്തൊരു കാര്യത്തിനകത്ത് വെറുതെ ഈ പുകമറയുന്ന ഓരോ കഥയൊക്കെ മെനഞ്ഞെടുക്കാന്നുള്ള പരിപാടിയാണ് പുള്ളിക്കാരൻ ഇപ്പോൾ ഇവിടെ കാണിച്ചത്. അത് കാണിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരിയുടെ പണിയും പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ പണി പോയി കഴിഞ്ഞപ്പോൾ ഈ കമന്റ് ഇടലും പരിപാടികളൊന്നും അവിടെ നിന്നില്ല. ഇനി അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് പുള്ളിക്കാരിയുടെ ജീവിതത്തിനകത്ത് കളിച്ചതെന്നുള്ളത് ബാക്കി. എന്താ പറയാ, അയാളുടെ പുറകെ പോകണമെന്ന് ആരാണ് ഇതെന്ന് കണ്ടുപിടിക്കണമെന്ന് എനിക്ക് യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാനത് അവിടെ വിട്ടു, നാട്ടിൽ വന്ന് സെക്കൻഡ് വീക്കിൽ എൻ്റെ ഹസ്ബൻഡിനും എനിക്കും ഫാമിലിയിലുള്ള ഓരോരുത്തർക്കായിട്ട് മെസ്സേജുകൾ മെയിലുകൾ പോകാൻ തുടങ്ങി. സെയിങ് ദാറ്റ് എന്താ ഞാനിങ്ങനെ ടെർമിനേറ്റഡ് ആയതാണ്, കയ്യിലിരിപ്പ് കാരണം കൊണ്ട്, ഭയങ്കര ക്രിമിനൽ മൈൻഡഡ് ആയിട്ടുള്ള കുട്ടിയാണ്, പിന്നെന്താണ് അങ്ങനെ കേട്ടോ. എനിക്ക് വന്ന മെസ്സേജുകളും മെയിലും അതുപോലെ ഹസ്ബൻഡിന് പോയതും ഹസ്ബൻഡ് നല്ലോണം കൊടുത്തു കേട്ടോ. എൻ്റെ വൈഫിന് എന്നെക്കാളും കൂടുതൽ നിനക്കാണ് പറയുന്നത് ചോദിച്ചാൽ ആൾ നല്ലോണം കൊടുത്തു. ആൾ അന്നേരം ഹാൻഡിൽ ചെയ്തു. എന്നിട്ട് എന്നോട് പറയുകയും ചെയ്തു ഇങ്ങനെ ഒരു ഐഡിയിൽ നിന്ന് വന്നിട്ടുണ്ട്, രാഹുൽ മേനോൻ എന്നാണ് ആ ഫേക്ക് ഐഡിയുടെ പേര്. അനദർ വൺ ഈസ് ഡെനീസ് ഫിലിപ്പ് എന്ന് പറഞ്ഞിട്ടൊരു അക്കൗണ്ട്. ഇത് 2 സ്ക്രീൻഷോട്ടും ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ ഈ 2 അക്കൗണ്ടിൽ നിന്ന് എനിക്ക് അതേപോലെ നിധിക്ക് ഇതൊക്കെ പോട്ടെ, പേഴ്സണലി എൻ്റെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും അയക്കുന്നത് പോട്ടെ. ഇതും കഴിഞ്ഞ് ഞാൻ ഓരോ വീഡിയോസ് പ്രൊമോഷൻസ് ചെയ്യുമ്പോൾ അതെൻ്റെ കരിയറിനെ ബാധിക്കുന്ന വീണ്ടും എൻ്റെ പുറകെ നിൽക്കുകയാണ് ഇയാൾ കേട്ടോ. ഞാൻ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊമോഷൻ ആണെങ്കിലും അക്കാഡമീസ് ആണെങ്കിലും പ്രൊമോട്ട് ചെയ്യുന്ന ടൈമിൽ അവർക്ക് വരെ മെയിലും മെസ്സേജസും അയച്ചു തുടങ്ങി. ഞാനിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ ഇതിനാണ് ബാധിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവർക്ക് വരെ മെസ്സേജുകളും മെയിലുകളും ഓരോ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരെ തെരഞ്ഞുപിടിച്ച് എൻ്റെ അക്കൗണ്ട് ഇപ്പോഴും ഫോളോ ചെയ്ത് ഞാൻ ആരുമായിട്ട് കൊളാബ് ചെയ്യുന്നുണ്ടോ എല്ലാവർക്കും അവർ ഇതേ മെസ്സേജ് ഇയാൾ അയച്ചുകൊണ്ടിരിക്കുക. ഇതിന്റെ ഇന്റൻസിറ്റി ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. കാര്യം അവരുടെ ജോലി തന്നെ ആദ്യം കളയാനായിട്ട് ഇടയായി. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അവരുടെ കുടുംബക്കാർക്കും അതേപോലെ ഇവരുടെ ഭർത്താവിനും എല്ലാം ഇതേ മെസ്സേജുകളും കാര്യങ്ങളും തന്നെ അയച്ചു കൊടുത്തപ്പോഴത്തേക്കും ഭർത്താവൊക്കെ ഇതിനെതിരെ റിയാക്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. റിയാക്ട് ചെയ്യണം. കാര്യം ഇമാതിരി മെസ്സേജൊക്കെ ഒരുത്തം വന്ന് വെറുതെ ഓരോ തോന്നിവാസങ്ങളൊക്കെ പറയുമ്പോഴത്തേക്ക് അതിനെതിരെ റിയാക്ട് ചെയ്യുക തന്നെ വേണം. അപ്പൊ ഇതേപോലെയൊക്കെ പറഞ്ഞ് വീട്ടുകാർക്ക് മെസ്സേജ് അയക്കുന്നത് കൂടാതെ തന്നെ പിന്നെ ഇവർ യൂട്യൂബ് ചാനലിനകത്തൊക്കെ ഓരോ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ആ പ്രൊമോഷൻ വരുന്ന ആ കമ്പനികൾക്കെതിരെയും പോയിട്ട് അവരുടെ മെയിലിനകത്തും പോയിട്ട് ഇതേപോലുള്ള, അതായത് നിങ്ങൾ അവർക്ക് പ്രൊമോഷൻ കൊടുക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ കമ്പനിക്കാണ് അത് പ്രശ്നമെന്നൊക്കെ ഉള്ള രീതിക്കൊക്കെ ചെന്ന് അവരോടും പറയുമ്പോഴത്തേക്കും അത് അവരുടെ ജീവിതത്തിനെ തന്നെ അതൊരു ത്രെറ്റായിട്ട് മാറണതാണ് ഈ ഒരു കമന്റ് ഇടണ. ഈ ഒരു കമന്റോളി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഇതിനെ തള്ളിക്കളയാൻ പറ്റില്ല. കാര്യം ഇങ്ങനെ ഒരാളുടെ ജീവിതത്തിനകത്ത് കയറിയിട്ട് ഒരുമാതിരി വൈരാഗ്യം എന്നൊക്കെ പറയില്ലേ, എന്ത് കാര്യത്തിനാണ് അവരുടെ വീഡിയോ ഇട്ട് അവരുടെ പാട്ടിന് പോകണം. നിങ്ങൾക്ക് അവരുടെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് നിങ്ങൾ പറഞ്ഞു, പക്ഷെ എന്നും പറഞ്ഞിട്ട് നിങ്ങൾ അവരുടെ ജീവിതം തന്നെ കുട്ടിച്ചോറാക്കും എന്നുള്ള രീതിക്കൊക്കെ ചിന്തിച്ചു പോകുമ്പോഴാണ് ഈ പ്രശ്നമായിട്ട് വരുന്നത്. ഇനി ഇവരോട് എനിക്കൊരു ഡിസഗ്രി തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അതായത് ഇവർ ഈ പറഞ്ഞതെല്ലാം ഓക്കെ, പക്ഷെ ഇനി ഇവർക്ക് ഈ ആളെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇവർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമുക്കൊന്ന് കേട്ടു നോക്കാം. എനിക്ക് കിട്ടി ആളാരാണെന്നുള്ളതും നല്ലൊരു ഫാമിലിയിലുള്ള ഒരാളാണ് കേട്ടോ ഈ പണികളെല്ലാം ചെയ്യുന്നത്. നല്ല ഫാമിലിയാണ്, പെൺകുട്ടികളുണ്ട്, അതേപോലെ തന്നെ വൈഫുണ്ട്, എല്ലാ റിലേറ്റീവ്സ് അടക്കമുള്ള ആളുടെ ഒറിജിനൽ പ്രൊഫൈല് എനിക്ക് കിട്ടി. ആളുടെ എല്ലാ വീഡിയോസും ഫോട്ടോസും ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇയാൾ ഈ ചെയ്ത പണിക്ക് ഞാനിത് ഇതുപോലെ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ റിവീൽ ചെയ്യേണ്ടതാണ്. ആരാണ് ആളെന്നും ഇമാതിരി തോന്നിവാസം കാണിച്ചതും എന്താണെന്ന് ഞാൻ റിവീൽ ചെയ്യേണ്ടതാണ്. പക്ഷെ ഞാനത് ചെയ്യാത്തത് ഇയാളുടെ
ഈ തറ സ്വഭാവം അതേപോലെ തന്നെ ഞാൻ ആവണമെന്ന് ഇല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ അത് ചെയ്യാത്തത്. പക്ഷേ ഇതിനുശേഷം ഇനിയും ഇത് തുടരുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ ഇത് നേരെ ലീഗലി പ്രൊസീഡ് ചെയ്യും. അതിങ്ങനെ സൈബർ സെല്ലിൽ ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യുന്നതല്ല, നേരിട്ട് തന്നെ പോയി ചെയ്യാന്നുള്ള ഇതിൽ തന്നെയാണ് ഇരിക്കുന്നത്. ആൻഡ് സെക്കൻഡ് തിങ്, ഞാൻ വീഡിയോയിൽ അത് പബ്ലിഷ് ചെയ്യുകയും ചെയ്യും. അത് ഞാൻ ചെയ്യാതിരിക്കുന്നത് ഇപ്പൊ എന്റെ മര്യാദയാണെന്ന് അവർ കണ്ടാൽ കൊള്ളാം. ഇപ്പോഴും ഈ വീഡിയോസ് ചിലപ്പോൾ അയാൾ കാണുന്നുണ്ടാവും. ഓക്കെ, എനിക്ക് ഇവിടെയാണ് എനിക്ക് അവരോടൊരു വിയോജിപ്പ് തോന്നിയത്. കാര്യം അവർക്ക് ആളെ കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പൊ അവർ പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, ഞാനിപ്പോൾ അവരുടെ പ്രൊഫൈല് റിവീൽ ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ അവർ ഞാനും തമ്മിൽ എന്താ വ്യത്യാസം എന്നൊക്കെ ഉള്ളത് പറയുന്നുണ്ട്. ഇതിനോട് എനിക്ക് തീരെ യോജിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് പുള്ളിക്കാരി ആ പറഞ്ഞത്. പുള്ളിക്കാരിയുടെ ജീവിതത്തിനകത്ത് കയറി ഇത്രയും തോന്നിവാസം കാണിച്ച ഒരുത്തനെ കൈ കിട്ടിയിട്ടും അവന്റെ ഫേസ് റിവീൽ ചെയ്യാതെ പിന്നെ പുള്ളിക്കാരി അവന് എന്തിനാണ് ഇത്രയും പ്രൈവസി കൊടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുള്ള. അതേപോലെ തന്നെ ഇപ്പൊ ഈ ഒരു വീഡിയോയെ കിട്ടുകൊണ്ട് തന്നെ ചിലപ്പോൾ വീഡിയോയും അതേപോലെ ഇത്രയും പ്രശ്നങ്ങളായതുകൊണ്ട് തന്നെ ചിലപ്പോൾ അവൻ ഇനി നിങ്ങൾക്ക് മെസ്സേജ് അയക്കൂലായിരിക്കാം. പക്ഷെ എന്നും പറഞ്ഞിട്ട് ഇതേപോലത്തെ അവന്മാർക്ക് എന്നെ ഒരു പ്രചോദനമാണ്. കാര്യം ഇന്ന് ഞങ്ങളൊക്കെ ഇത് ചെയ്തെന്ന് പറഞ്ഞാലും ഇതിന്റെ ഞങ്ങളുടെ പ്രൊഫൈലോ കാര്യങ്ങളോ ഒന്നും പുറത്ത് വിടില്ല നിങ്ങൾ എന്നുള്ളൊരു ചിന്ത ഇവരുടെയൊക്കെ മനസ്സിനകത്ത് വരുന്നത് മൂലം ഇവർ പിന്നെയും ഈ അടുത്താക്കി ഇതേപോലെ മെസ്സേജ് വിടാനും അവരുടെ ജോലി കളയാനും അവരുടെ ജീവിതത്തിനകത്ത് കയറി ഇതേപോലെ കളിക്കാനൊക്കെ ഇടയാവും. നിങ്ങൾ ഇതേപോലെ ഒരു അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ അവനെ ഒരു പ്രൊട്ടക്ട് ചെയ്യണമെന്ന് എനിക്കിവിടെ തോന്നി. കാര്യം നിങ്ങൾ അവന്റെ പ്രൊഫൈൽ പുറത്ത് വിടാ. കാര്യം ഇവനെയൊക്കെ നാട്ടുകാർ കാണാൻ തന്നെ വേണം, അവൻ്റെയൊക്കെ ആ മുഖം അങ്ങോട്ട് അഴിഞ്ഞ് വീഴുക തന്നെ വേണം. അങ്ങനെയാണ് എനിക്കത് കണ്ടപ്പോഴത്തേക്കും തോന്നിയത്. എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത് ഈ വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊണ്ടവേദന ജലദോഷമൊക്കെ ചുമയൊക്കെ ഇട്ടാണ് 2 ദിവസം വീഡിയോ ഇടാണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് അത്ര തന്നെ ഈ വീഡിയോനകത്ത് പറയാനുള്ളൂ. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നവരേക്ക് ടാറ്റ, ബൈ, സീ യു.